ക്യാബ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെല്ലാവർക്കും ഏറെക്കുറെ സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു അല്ലേ? നിങ്ങളൊക്കെ നല്ലപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കി. സ്ക്രീൻഷോട്ടിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, ഇനി എനിക്ക് വയ്യ. ഓക്കെ, അപ്പം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നിങ്ങളുടെ സന്തോഷം കേൾക്കുമ്പം എനിക്കും ഒരു സന്തോഷമുണ്ട്. ഓക്കെ, എനിക്കൊരു ചൂണ്ടുവലയാകാൻ പറ്റിയല്ലോ എന്നൊരു ആത്മസംതൃപ്തി, അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്കുണ്ടെങ്കിൽ എനിക്ക് കൊള്ളാം, നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇല്ലേ? അപ്പോൾ അവനവൻ ട്രേഡ് ചെയ്യുന്നത് അവനവൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുക. അവനവൻ്റെ ഭാവിയിലേക്ക് വേണ്ടി നിങ്ങളത് യുക്തിപൂർവ്വം വിനിയോഗിക്കാൻ ശ്രമിക്കുക. അത് ഇന്ന് കിട്ടുന്നത് നാളെ കൊണ്ട് കളയാനല്ല, മറിച്ച് ഓരോ ദിവസവും നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ആ പരാജയത്തിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. മനസ്സിലായി? ഒരു പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അതാ നിങ്ങൾ വേണ്ട. അല്ല എല്ലാ ദിവസവും എനിക്ക് പരാജയമാണെന്ന് പറഞ്ഞ് പിന്നെയും നിരാശയുടെ പടുകുഴിയിലേക്ക് പോവാതെ ഓരോ ദിവസവും നിങ്ങൾ ട്രേഡ് ചെയ്ത് ശീലിക്കുക. ഓരോ ദിവസവും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിയതെന്ന് നിങ്ങൾ സ്വയം വിചിന്തനം ചെയ്യുക. ഓക്കെ, എന്നിട്ട് വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി നിർത്തുക. വെറുതെ പൈസ കൊണ്ട് കളയരുത്. ഓക്കെ, നിങ്ങൾക്ക് പറ്റിയ പണിയല്ല ഇതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ പരിപാടി നിർത്തുക. അല്ല, എനിക്ക് അതിൽ വിജയിക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് അതിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കുകളിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ട് അടുത്ത ട്രേഡിനകത്തിൽ ആ മിസ്റ്റേക്ക് വരുത്താതെ അങ്ങ് വിജയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും ഓരോരോ പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളൊരു നല്ല തികഞ്ഞ ഒരു ട്രേഡറായിട്ട് മാറും. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് എല്ലാവരും ആത്മസംയമനം. ഞാനിന്ന് പലരോടും പറഞ്ഞിരുന്നത് എക്സ്പയറി ദിവസമാണ്. നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ? ധാരാളം പേര് ഇന്ന് നെക്സ്റ്റ് എക്സ്പയറിയിലാണ് ട്രേഡ്. ധാരാളം പേര് എനിക്ക് മെസ്സേജ്, സാർ ഇത് കൊള്ളാമല്ലോ, ഇത് നല്ല പരിപാടിയാണ്, ഈ പരിപാടി എനിക്ക് നേരത്തെ അറിയാൻ വയ്യാതായി പോയല്ലോ, നെക്സ്റ്റ് എക്സ്പയറി ട്രേഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ DKയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ധാരാളം കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇല്ലേ, ഈ കടന്ന് ഹീറോ കളിക്കുന്നതിനേക്കാളും ഇതിൻ്റെ ഇടയിൽ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞെരുങ്ങുന്നതിനേക്കാളും നല്ലത് നെക്സ്റ്റ് എക്സ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യം ഒന്നിൽ കുറച്ച് പൈസയും കൊണ്ട് തിരിച്ച് നഷ്ടം വന്നാലും കുറച്ച് പൈസയും കൊണ്ട് ഇറങ്ങിപ്പോകാൻ പറ്റും. ഇത് എക്സ്പയറി ഡേയിൽ നമ്മളല്ലാതെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, കറണ്ട് എക്സ്പയറി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ മുഴുവൻ DK ചെയ്ത് പിന്നെയും വീഴും എല്ലാം കയറുന്നുള്ള ആഗ്രഹത്തോടെ നമ്മളിരുന്ന് നമ്മുടെ എന്ത് ചെയ്യും, ആ കാശ് മൊത്തം ഗോവിന്ദായിട്ട് മാറും. ശരിയല്ലേ പറഞ്ഞു? അപ്പം നെക്സ്റ്റ് എക്സ്പയറി ധാരാളം പേര് ട്രേഡ് ചെയ്തു, അവരൊക്കെ ന്യായമായ പ്രോഫിറ്റ് ഉണ്ടാക്കി മാറി. ഓക്കെ, ഈ എക്സ്പയറി ട്രേഡ് ചെയ്തവർക്ക് അവസാനം വരെ കാത്തിരുന്നവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടണം. പക്ഷേ അവസാനം വരെ കാത്തിരിക്കാൻ, അതായത് ഈ മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലായിരുന്നില്ലേ, ഇവിടം വരെ പോയി നേരെ തിരിച്ച് താഴെ വീണു, പിന്നെ ഇവിടുന്ന് ഒരു റാലി കിട്ടിയില്ലേ. അപ്പം ഇതുവരെയും ക്ഷമിച്ചിരിക്കാൻ, ഇവിടം വരെ ഏകദേശം ഒരു 10-11 മണി മുതൽ ഒരു 2 മണി വരെ ക്ഷമിച്ചിരിക്കാൻ എത്ര പേർ, ഒരു 1:30 വരെ ക്ഷമിച്ചിരിക്കാൻ എത്ര പേർക്ക് കഴിവുണ്ട് എന്നുള്ളത് ആശ്രയിച്ചിരിക്കും പിന്നെ ഈ ഒരു പ്രോഫിറ്റ്. ഇത് എപ്പോഴും കിട്ടണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു ട്രേഡ് സ്ട്രാറ്റജി അല്ല, മറിച്ച് ഒരു ഭാഗ്യപരീക്ഷണം മാത്രമാണ്. ഓക്കെ, ചുമ്മാതെ വെറുതെ ഒരു മാവിനിട്ട് എറിഞ്ഞ് ഒരു കൊലയുടെ ഞെട്ടിനൊരു കല്ല് കൊണ്ട് ആ ഞെട്ട് മാങ്ങ താഴെ വീണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊരിക്കലും ഇവിടുന്ന് ഇങ്ങനെ മാർക്കറ്റ് മേലോട്ട് കയറും എന്ന് വിചാരിച്ചൊന്നും ആയിരിക്കും ഇതിലെ ട്രേഡ് എടുത്തത്. കിട്ടിയത് കിട്ടി, ഓക്കെ, ലക്ക് എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേങ്കിൽ നെക്സ്റ്റ് എക്സ്പയറി ട്രേഡ് ചെയ്തവർക്ക് അവർക്ക് ഓക്കെ, എങ്ങോട്ട് മാർക്കറ്റ് ഇവിടെ വരെ വെയിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. കാരണം എന്താ, DK ഇല്ല, പ്രീമിയം മാത്രമേ ഉള്ളൂ, എന്തായിട്ടുള്ളൂ, കുറയുകയോ കൂടുകയോ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ട്രേഡ് ചെയ്തവർക്ക് അതിൻ്റെ കാര്യം മനസ്സിലായി കാണും. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിൻ്റെ രുചി അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനിയും അങ്ങനെ തന്നെ പോകും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റ് ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യായിരുന്നു. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇത് നമുക്കൊരു ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, മാർക്കറ്റ് ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം, ഒന്നുകിൽ ഇവിടെ തട്ടി തിരിച്ചു വരുമോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് നല്ല രീതിയിൽ ഡിസിസീവായിട്ട് നാം വലുതാക്കി കാണിക്കുക. നോക്കിക്കേ, നല്ല രീതിയിൽ എന്ത് ചെയ്തു, ഇവിടുന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് നൽകി. നോക്കിക്കേ, നല്ല രീതിയിൽ ആദ്യം നമ്മുടെ ഈ പോയിന്റ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തു. അതിനുശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ട് നൽകി വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്തു. നോക്കിക്കേ, ഇത് കണ്ടോ, റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ്
മുകളിലോട്ട് പോയി. അപ്പം ഒന്നുകിൽ ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല ബിഗിനേഴ്സിന്, പക്ഷേ ബിഗിനേഴ്സിന് ഇവിടെ ട്രേഡ് ഉണ്ട്. കാരണം എന്താ, അവർ വന്ന് റീടെസ്റ്റ് ചെയ്ത ഒരു പോയിന്റ് അവർ കണ്ടെത്തി ഇല്ല. ഇതിപ്പോൾ നെക്സ്റ്റ് എക്സ്പയറി ട്രേഡ് ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ ലാഭം. ഈ എക്സ്പയറി ട്രേഡ് ചെയ്തവർക്ക് ഇവിടെ എടുത്താലും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങിയവർക്കാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ മാർക്കറ്റ് പിന്നെ ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ട് പോയതുകൊണ്ട് അവർക്ക് എടുത്ത പൈസ ഈ അവസാനം വരെ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പ്രോഫിറ്റ് കിട്ടി കാണും. ഇല്ലെങ്കിൽ പൈസ മുഴുവൻ ഇവിടെ ഇത്രയും വരെ ക്ഷമിച്ചിരുന്നിട്ട് ഒന്നും നടക്കത്തില്ല, ഉള്ളതെങ്കിലും കിട്ടിക്കൊണ്ട് പോകാമെന്ന് വെച്ച് ഇവിടെ എക്സിറ്റായി പോയ ധാരാളം ആൾക്കാർ കാണും അല്ലേ, ആൾക്കാർ കാണും. അതിനുശേഷം മാർക്ക് ഇതൊക്കെ നമ്മുടെ ഈ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ മറ്റവർക്ക് അറിയാം, ആർക്ക്, ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സിന് അറിയാം. അപ്പം അവർ മാക്സിമം നമ്മളെ ട്രാപ്പിൽ പെടുത്താൻ നോക്കും. അതുകൊണ്ടാണ് പറയുന്നത് നെക്സ്റ്റ് എക്സ്പയറിൽ ട്രേഡ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം മാർക്കറ്റ് അതിനുശേഷം ഒരു ബ്രേക്കൗട്ട് നൽകി മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു മനോഹാരിത. മാർക്കറ്റ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ്. നമ്മുടെ സസ്റ്റൈനബിലിറ്റി എത്രയാണ്? ഒരു 15 മിനിറ്റാണ് സസ്റ്റൈനബിലിറ്റി. ഒരു ട്രെൻഡ് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 മിനിറ്റെങ്കിലും മാർക്കറ്റിൻ്റെ നമ്മൾ വരച്ച ലൈനിൻ്റെ മുകളിൽ നമ്മുടെ ലൈനിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മൾ വരച്ച ആ ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ ഉറപ്പിക്കും. അപ്പോൾ 15 മിനിറ്റ് നേരം മാർക്കറ്റ് നല്ല രീതിയിൽ നല്ല ബുള്ളിഷ് ക്യാൻഡിലോടുകൂടെ മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ സസ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഈ പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് എക്സ്പയറിയിലോ മന്ത്ലി എക്സ്പയറിലൊക്കെ ട്രേഡ് ചെയ്തവർക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ഇത് കാരണം ഇന്ന് എക്സ്പയറിയാണ് മാക്സിമം ഒരു പ്രീമിയം ഉരുക്കാൻ വേണ്ടിയുള്ള എല്ലാ വഴികളും അവർ നോക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വാലുകളുടെ ബഹളമായിരിക്കും എന്ന് പറയും. ഇവിടെ നോക്കിക്കുക, എല്ലാത്തിനും വാലുകളാണ് കണ്ടോ. ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനെ വാല് ഇവിടെ എല്ലാം വാലുകളുടെ ബഹളമായിരുന്നു. അതിന് ശേഷമാണ് മാർക്കറ്റ് ഇവിടുന്ന് എന്ത് ചെയ്ത് ഒരു ബ്രേക്കൗട്ട് പൊട്ടുമെന്ന് പ്രതീതി ഉണ്ടാക്കിയിട്ട് അവിടുത്തെ മാർക്കറ്റ് മുകളിലോട്ട് കയറി. ഓക്കെ, ഇതാണ് സംഭവിച്ചത്. പ്രോഫിറ്റ് എടുത്തവർക്കൊക്കെ ഓക്കെ എന്താ പറയുന്നത്, അവരോടൊക്കെ നിങ്ങളുടെ കഴിവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതും പറഞ്ഞ് ലോസ് വന്നവരെ നിരാശപ്പെടുത്തുമല്ല. നിങ്ങൾ ഇന്ന് ലോസ് വരാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ അങ്ങനെ വലിയൊരു താഴോട്ട് ഒരു വീഴ്ചയൊന്നും വീണില്ല. പക്ഷേങ്കിൽ ഈ കൺസോൾട്ടേഷനകത്തിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് ആയി പോയോ അതോ നിന്നോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. എനിവേ, അപ്പം ഇന്നത്തെ ട്രേഡ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 75% ആൾക്കാർക്കും പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം എനിക്ക് ഇതിനിടെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം അതിനകത്തിൽ കുറച്ച് പേര് നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെന്ന് ഞാൻ കണ്ടു. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, താഴെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ സബ്സ്ക്രൈബ് ചെയ്തവർ തന്നെ നമ്മുടെ അവിടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഇല്ലേ, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളെല്ലാം കാണും, എനിക്കറിയാം. ഒരിക്കൽ കണ്ടവർ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാതിരിക്കത്തില്ല. അപ്പം എങ്കിലും ഞാനങ്ങ് പറയാം. അപ്പോൾ ഇത് അനലിറ്റിക്സ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, കുറച്ച് പേര് ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും ഞെക്കല്ലേ, അപ്പോൾ പിന്നെ അത് അൺസബ്സ്ക്രൈബ് ആയി പോകും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഓൾ ബട്ടണിലൂടെ ബെൽ ബട്ടൺ ഞെക്കി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ 2 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ കണ്ടതുകൊണ്ട് പറഞ്ഞ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, കഴിഞ്ഞ നമ്മുടെ വേറെ സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്കിലി അനാലിസിസ് ഏകദേശം 2K ആൾക്കാർ അത് കണ്ടു. ഓക്കെ, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ വീക്കിലി അനാലിസിന് വളരെ സ്വീകാര്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ഓക്കെ, അപ്പം ഇതൊക്കെ എൻ്റെ കഴിവല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് ഇതിൻ്റെ എല്ലാം ആധാരം. അതുകൊണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഇതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഓർപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. അപ്പോൾ ഇനിയും എന്താ സംഭവിക്കുന്നത്, ഞാനിപ്പോൾ എൻ്റെ ക്യാപ്ഷനിൽ ഇട്ടപോലെ തന്നെ ഒരു റാലിക്ക് തുടക്കമാണോ എന്നുള്ളതാണ് ഇനിയും കണ്ടറിയേണ്ടത്. ഈ റാലിക്ക് തുടക്കമാണെന്നുള്ള കൺഫർമേഷൻ വരണമെന്നുണ്ടെങ്കിൽ വെനസ്ഡേ ഈവനിങ് ആണ് ഇതിനെപ്പറ്റി കറക്റ്റ് അറിയാൻ പറ്റുന്നത്. എന്താണ്, ഒന്ന് ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ട്, ഇത് 0.25 ആണ് അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തേക്കുന്നതാണ്. 0.25 ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, വീണ്ടും ഒന്നുകൂടി പറയുക. 0.25 ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്ടേഷനാണ്, മാർക്കറ്റ് ന്യൂട്രൽ ആയിരിക്കും, അല്ലെങ്കിൽ പതുക്കെ മേലോട്ട്. സപ്പോസ് 0.5 എങ്ങാനും കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പറവറക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുതൽ ചർച്ച ആരംഭിച്ചു. നമ്മുടെ US-ഉം ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് കരാർ തമ്മിലുള്ള ചർച്ച ആരംഭിച്ചു. അപ്പോൾ ഈ ചർച്ച നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്. ഈ ചർച്ച വഴിമുട്ടി നിൽക്കുന്ന എവിടെയാണെന്നറിയാമോ? ഡയറി ഐറ്റംസിനകത്തിലാണ് ഈ സംഭവം, ഈ ചർച്ച വഴിമുട്ടി നിൽക്കുന്നത്. അതായത് പാലുൽപ്പന്നങ്ങളും US-ൽ നിന്ന് ഇന്ത്യയിലോട്ട്
കയറ്റുമതി. ഞാൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും പുതുതായിട്ട് പറഞ്ഞവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാനങ്ങ് പറയുന്നേ ഉള്ളൂ. പാലും ഉൽപ്പന്നങ്ങളും US നിന്നും ഇങ്ങോട്ട് കയറ്റി അയക്കണം എന്നൊരു ഒരു ഒരു എന്താ പറയുന്നത് ഒരു വാദം അവരിങ്ങോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഇന്ത്യക്ക് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? ഒന്നാമത്തെ കാര്യം പറ്റത്തില്ല എന്ന് പറയാനുള്ള കാര്യം, ഇത് തികച്ച് ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഈ പറയുന്നത്, US നിന്ന് വരുന്ന പാലുൽപ്പന്നങ്ങളും ഒരിക്കലും ജൈവ രീതിയിലുള്ളതാണ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ് ഇവിടുത്തെ വളരെ വിദഗ്ധന്മാർ പറയുന്നത്. കാരണം അവിടെ ഈ പശുവിന് ആടിനൊക്കെ കൊടുക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജ് ചേർന്ന ഫുഡാണ് ഈ അവിടുത്തെ പശുക്കൾക്കും കാളകൾക്കും ഈ ആനിമൽസിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന പാല് എന്ന് പറയുന്നത് അതൊരു നോൺ വെജായിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് ഞാൻ ഒന്ന് രണ്ടിടത്ത് വായിച്ചതിൽ എനിക്ക് മനസ്സിലായത്. അപ്പം അതാണ് ഒന്നാമത് എതിർക്കാനുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ക്ഷീര കർഷകർ ധാരാളമുണ്ട്. ഇന്ത്യയിൽ പശുക്കളെ കൊണ്ട് ഉപജീവനം, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലൊക്കെ പശുക്കളെ കൊണ്ട് ഉപജീവനം കഴിയുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വയറ്റ് തടിക്കുന്ന പരിപാടിയാണ്. നരേന്ദ്രമോദിക്കും പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇതിനെ എതിർക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി. എന്താ സംഭവം അറിയാമോ? അവർ പറഞ്ഞു, നിങ്ങൾ പാല് വേണ്ട, ഓക്കെ, നിങ്ങൾ പാല് സമ്മതിക്കണ്ട, നിങ്ങൾ ഞങ്ങളുടെ ചീസ് ഇറക്കാൻ സമ്മതിക്കും. ചീസ് നമ്മളിവിടെ ആകുമ്പോൾ ഒരു ചീസല്ല കണ്ടിട്ടുള്ളൂ. ചീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ള അവർ പറഞ്ഞ അവരുടെ പ്രീമിയം ചീസ് അവർ ഏറെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അനുവദിക്കണം പറയുന്നത്. അപ്പോൾ ഈ ചീസ് എന്ന് പറയുമ്പം ജസ്റ്റ് നമ്മൾ കാണുന്ന ഒരു ചീസല്ല, പല ടൈപ്പിലുള്ള. ഇവിടെയൊക്കെ നമുക്ക് ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലുലുവിൽ സൂപ്പർ മാർക്കറ്റ് പോകുകയാണെങ്കിൽ ഒരു ചീസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. വെറൈറ്റി ഓഫ് ചീസ്, മൊസല്ല ചീസ്, പിന്നെ എന്തെല്ലാം ടൈപ്പ് ചീസുകളാണെന്നറിയാം. ധാരാളം ടൈപ്പ് ചീസുകളുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ കാണാത്ത ടൈപ്പ് ചീസുകളൊക്കെ ഉണ്ട്, എന്തെല്ലാം വെറൈറ്റികളെന്നറിയാം. അപ്പം ഇങ്ങനെയുള്ള സാധനം നിങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കണം എന്നൊരു പ്രപ്പോസൽ ഇവർ വെച്ചിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ ഇന്ത്യ ഇത് ഭാഗികമായിട്ടെങ്കിലും സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ തൽക്കാലം ഒരു വെടിനിർത്തലിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഒന്നുമില്ല, US ആശ്വസിക്കാം. ഓക്കെ, ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഇന്ത്യ അംഗീകരിച്ചു, വേണമെങ്കിൽ അണ്ണന് വെടിപൊട്ടിക്കാനുള്ളൊരു അവസരം കിട്ടും. ഓക്കെ, ഇന്ത്യ ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ അംഗീകരിച്ചു, അപ്രീഷിയേറ്റബിൾ ആണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു പോസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ കാണാൻ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് കണക്കാക്കി മാർക്കറ്റ് പറവറക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇവനെല്ലാം കൂടെ, ജെറോം പവലിൻ്റെ റേറ്റ് കട്ടും ഈ സാധനവും എല്ലാം കൂടെ ഒന്നിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഒക്കെ തരാനുള്ള സാധ്യത അടുത്ത ദിവസങ്ങളിൽ ഉണ്ട്. നമുക്കത് വരും ദിവസങ്ങൾ കണ്ടറിയാം. അപ്പോൾ ഇതിൻ്റെ ലെവലുകളും കാര്യങ്ങളൊക്കെ നമ്മളുടെ വീക്കിലി അനാലിസിസിൽ നിന്നാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ, വീക്കിലി അനാലിസിസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഐ ബട്ടണിലൂടെ കൊടുത്തേക്കാം, നിങ്ങളത് കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് മാത്രം നിങ്ങളത് കാണാൻ ശ്രമിക്കുക. കാരണം ആ വീക്കിലി അനാലിസിസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ വരുന്ന ഒരു മാസത്തേക്കുള്ള സംഭവങ്ങളെല്ലാം ഞാൻ അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? നേരത്തേതിനേക്കാൾ കൂടി. എക്സ്പോർട്ട് നേരത്തേതിനേക്കാൾ കൂടി, ഇമ്പോർട്ട് നേരത്തേക്കാൾ കുറഞ്ഞു. അങ്ങനെ ഒരു ഡേറ്റ വന്നിട്ടുണ്ട്. ആ ഡേറ്റയുടെ ഷീറ്റ് ഞാനിവിടെ വെക്കാം. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യും, ഞാൻ അതൊന്ന് എടുത്തോട്ടെ. ഒരു സെക്കൻഡേ. ഓക്കെ, ഈ സാധനം നോക്കിക്കേ. നിങ്ങൾ ഈ സംഭവം കണ്ടോ? ഈ സാധനം ഇത് കഴിഞ്ഞ വർഷമായിട്ടുള്ളൊരു താരതമ്യം ഈയിടെ വന്നതാണ്, കഴിഞ്ഞ ദിവസം വന്നതാണ്. അപ്പോൾ നോക്കിയേ 2024 ഓഗസ്റ്റിൽ 63% നമ്മുടെ എക്സ്പോർട്ട്. 63%. ഏകദേശം അത് ഈ വർഷമായപ്പോൾ 69. അതായത് നമ്മുടെ ഈ 50% താരിഫ് നമുക്ക് വന്നതിന് ശേഷം നമുക്ക് ഈ ബാനൊക്കെ വന്നതിന് ശേഷം, ഇത്രയും താരിഫ് അടിച്ച് നമ്മുടെ കൈ കിട്ടിയതിന് ശേഷം 69% നമുക്ക് എന്ത് ചെയ്തു? നമ്മുടെ എക്സ്പോർട്ട് ഗ്രോ ചെയ്തു, വളർന്നു. അപ്പോൾ അമേരിക്ക മാത്രമല്ല, നമ്മൾ വേറെ പല രാജ്യങ്ങളെ കണ്ടെത്തി നമ്മുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി പല മേഖലകളും നമ്മൾ കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കാണുന്നത്. 63 ബില്യൺ എന്നുള്ളത് 69 ബില്യണായി ഇല്ലേ? ഏകദേശം ഒരു 6-7% ഒരു വളർച്ച ഇതിനകത്ത് കാണും. അതുപോലെ തന്നെ നോക്കിക്കേ, നമ്മുടെ ഇമ്പോർട്ട് എന്നുള്ളത് 85, ഏകദേശം 85 എന്നുള്ളത് ഏകദേശം 79 6 പോയിൻറ്റ്, ഏകദേശം 10% നമുക്ക് എന്ത് ചെയ്തു? നമ്മുടെ ഇമ്പോർട്ട് കുറച്ചു. ഇത് നല്ലൊരു ഗുഡ് സൈനാണ്. ഇത് നമ്മൾ മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ US മാർക്കറ്റ്, മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ടും ഒക്കെ. അപ്പോൾ ഇപ്പോൾ നോക്കിക്കേ, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും, നമുക്ക് പ്രശ്നങ്ങളില്ലെന്നുള്ളതല്ല, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും നമ്മളുടെ എക്സ്പോർട്ട് 63-ൽ നിന്ന് 69 വളർന്നു.
അല്ലേ? ഇമ്പോർട്ടോ 85 നിന്ന് 79 കുറഞ്ഞു. അപ്പോൾ ഇതൊരു ഗുഡ് സൈൻ. അപ്പം ഇന്ത്യ ഒരു വളരുന്ന എക്കണോമിയാണെന്നും ഇന്ത്യയിലെ പ്രോഡക്റ്റുകൾ ധാരാളം രാജ്യങ്ങൾക്ക് വേണം, അത് US ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കും എന്നൊരു പ്രതീതി എന്ത് ചെയ്തു, ഇന്ത്യ ഈ ഒരു ഫിഗറിലൂടെ വരുത്തി തീർത്തു. ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ ഒരു ഗുഡ് സൈനാണ്. ഇന്ത്യൻ മാർക്കറ്റിനും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും വളരാൻ വേണ്ടി ഉള്ള ഒരു ഗുഡ് സൈനാണ് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാത്രമല്ല, നമ്മളെപ്പോലെ വീക്ഷിക്കുന്ന ധാരാളം അനലിസ്റ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഇന്ത്യ നമ്മളില്ലെങ്കിലും വളരും, അതുകൊണ്ട് കൈവിട്ട് കളിക്കുന്ന കളിയാണ് നമ്മൾ കളിക്കുന്നതെന്ന് വിചാരിച്ച് ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് എന്തായാലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഗതി ഉള്ളതുകൊണ്ട് മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ മുകളോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും ഞാൻ എൻ്റെ ഇതിനകത്തിൽ വീക്കിലി അനലിസിൽ കൃത്യമായിട്ട് ലെവലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ്, ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് കൃത്യമായി വീക്ഷിക്കുക. നിലവിൽ പിന്നെ US മാർക്കറ്റ് ഏകദേശം ഒരു ഫ്ലാറ്റ് റേഞ്ചിലാണ് ഓടുന്നത്. അത് നമുക്ക് 64 ചെറിയ ജസ്റ്റ് ഒരു ഫ്ലാറ്റ് 35 പോയിൻറ്റ് ഡൗ ജോൺസ് ഇപ്പോൾ ഓപ്പൺ ചെയ്തേ ഉള്ളൂ. 35 പോയിൻ്റ് ഒരു ഫ്ലാറ്റ് രീതിയിലാണ് ഓടുന്നത്. അപ്പം നാളെ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതിന് മുകളിൽ നമ്മൾ നോക്കിക്കേ, നമ്മൾ വരച്ച നമ്മുടെ കറക്റ്റ് വരയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്, അല്ലേ? കറക്റ്റ് ഇവിടെ നമുക്ക് മാർക്കറ്റ് ഇവിടെ വന്ന് ടച്ച് ചെയ്ത് അതിന് ശേഷമാണ് ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്ത് പോയത്, അല്ലേ? അപ്പം നമ്മുടെ ലെവലുകളൊക്കെ വളരെ കൃത്യമാണ്. അപ്പം നാളെ നമ്മൾ നോക്കേണ്ട കാര്യം ഇതിന് മുകളിൽ 25,254 മുകളിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഒന്നാമത്തെ കാര്യം അത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നോ അല്ല ബ്രേക്ക് ചെയ്യുന്നോ നോക്കുക. എങ്ങനെയാണോ മാർക്കറ്റ് പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മളും പോകും. അല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. നിങ്ങൾ ഇന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡേറ്റ ഇതിലോട്ടും വന്നിട്ടില്ല, ഞാൻ ഡേറ്റ നോക്കി. അപ്പം 88% കൊണ്ടായിരുന്നു FISൻ്റെ ഷോർട്ട്, 92 ഓരോ ദിവസം ഗ്രാജുവലി കുറഞ്ഞു. 92, 91, 80, 89, ഇപ്പോൾ 88 വന്ന് നിൽക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇന്ന് വരുന്ന ഡേറ്റ, ഇന്ന് ചിലപ്പോൾ നാളെ നിങ്ങളുടെ ബ്രോക്കറിൻ്റെ ആപ്പിനകത്തുള്ള ഇത് കിട്ടും. FISൻ്റെ ഷോർട്ട് പൊസിഷൻ 88 താഴോട്ടാണ് ഇന്ന് പോയേക്കുന്നതെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ടും ഈ ഷോർട്ട് പൊസിഷൻ പിന്നെയും കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം ഷോർട്ട് പൊസിഷൻ അഴിക്കും തോറും FIS അവരുടെ ഷോർട്ട് പൊസിഷൻ അഴിക്കും തോറും മാർക്കറ്റ് എന്ത് ചെയ്യും, പതുക്കെ അരിഞ്ഞ് മാർക്കറ്റ് മുകളിലോട്ട് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് FISൻ്റെ ഡേറ്റ വരുമ്പം അവരുടെ ഷോർട്ട് പൊസിഷൻ കുറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കുക. അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇത് ക്രമേണ താരതമ്യേന താഴോട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു റാലിക്കുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ കാളച്ചേട്ടൻ വളരെ സൂട്ടും കോട്ടുമൊക്കെ ഇട്ട് റൈഡർ ബൈക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഡ്യൂക്കിൻ്റെ ബൈക്കൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് പറക്കാൻ. അപ്പം അടുത്ത ദിവസങ്ങളിൽ പറക്കുവോ ഉരുണ്ട് വീഴുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റിലെ ന്യൂസുകൾ വാച്ച് ചെയ്യുക, ഡേറ്റകൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. ഞാനും ഇനി മുതൽ കഴിവതും ഞാനും ന്യൂസുകളൊക്കെ പറ്റുമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. മാർക്കറ്റ് അങ്ങനെ ബാക്കിയോടെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് ഇതിന് മുകളിൽ ഇപ്പോൾ നാളെ ഗ്യാപ്പോട് കൂടെ ഇവിടെ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഇവിടെ സപ്പോർട്ടിൽ തിരിച്ചു പോകാൻ നോക്കുക, ഇത് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ഇതുകൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,416, ഈ 25,416 കടന്നാൽ ഷോർട്ട് കവറിങ്. ഓക്കെ, 25,416 കടക്കണം. 25,416 കടന്നാൽ നമുക്കൊരു ഷോർട്ട് കവറിങ് റാലി നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഷോർട്ടൊക്കെ അവർ വെച്ചിട്ട് ഓടേണ്ടി വരും. ഓക്കെ, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്യണം. അല്ല ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തു നേരെ തിരിച്ച് താഴെ വന്നു, അതിനുശേഷം പതുക്കെയാണ് മാർക്കറ്റ് കയറുന്നതെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇവിടം കഴിയുമ്പം ഈ പോയിന്റ് കഴിയുമ്പോൾ തന്നെ ഷോർട്ട് കവറിങ് പതുക്കെ ആരംഭിക്കാൻ തുടങ്ങും. ചെറിയ രീതിയിൽ ആരംഭിക്കാൻ തുടങ്ങും. അതിൻ്റെ കൺഫർമേഷൻ നമുക്ക് 416 മുകളിൽ കഴിയുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനി അല്ല താഴോട്ട് പോവുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഇത് ബ്രേക്ക് ചെയ്ത് എന്താ സംഭവിക്കുന്നത് നോക്കുക. 25,144 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ മാർക്കറ്റ് താഴോട്ട് പോകും. ഓക്കെ, 143 ബ്രേക്ക് ചെയ്യണം. അതുവരെ മാർക്കറ്റ് പിടിച്ച് നിൽക്കാൻ ശ്രമിക്കും. താഴെ പോകണമെന്നുണ്ടെങ്കിൽ 25,141 ബ്രേക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം നല്ല രീതിയിൽ ഒരു ബെയറിഷ് ക്യാൻഡിലുകൾ രൂപപ്പെട്ട് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ താഴോട്ട് മാർക്കറ്റ് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ നോക്കി മാത്രം
ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.